ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ചുകൂടീൻ്റെ പണിയിൽ കിച്ചണ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയെടുക്കാമെന്ന് വെച്ചിട്ട് അത് ചെയ്യാണ്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ചോറും കറികളൊക്കെ വേഗം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം തുടങ്ങാമെന്ന് വെച്ചിട്ട് പാത്ര സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അവിടെ തന്നെ വെച്ചങ്ങ് തുടച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പം മേലേക്ക് ഒന്ന് തട്ടിക്കൊട്ടണം. പെയിൻറ്റൊക്കെ നല്ല പുക പിടിച്ചിട്ട് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക വേണം. അപ്പോൾ പ്രാവശ്യമൊക്കെ ഭയങ്കര എന്താ പറയുക, അങ്ങനെയാണ് വൈറ്റ് വാഷ് നനച്ചുള്ളിപ്പണിയൊന്നും അത്ര നീറ്റിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആവുന്ന കാലത്തൊക്കെ വീട് ഒക്കെ വെക്കുന്നവരും വാങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെറു പ്രായത്തിലൊക്കെ തന്നെ വാങ്ങിക്കോളി കേട്ടോ. അപ്പോഴേ നമുക്ക് വീട് എന്ന് പറഞ്ഞു ഒന്ന് ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് പിന്നെ പ്രയാസമില്ലാതെ ചെയ്യാനും വീട് വൃത്തിയിൽ കൊണ്ടുനടക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 18-20 വയസ്സ് മുതൽ വീട് എന്നുള്ളൊരു സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അന്നൊക്കെ വാടക വീട്ടിൽ ഇരുന്ന് അങ്ങനെ പിന്നെ ചെറിയ വീടാകുമ്പോൾ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ വലിയ വീട് എടുത്തപ്പോഴേക്കും നമുക്ക് ആരോഗ്യമൊക്കെ ഇല്ലാതായി പണികൾ എടുക്കാനും. അതൊന്ന് വീട് എന്ന് പറഞ്ഞൊന്ന് ആസ്വദിക്കാൻ പോലുള്ള ഒരു ഇതില്ല കേട്ടോ. എപ്പം നോക്കിയാലും നമുക്ക് വയ്യാഴികയും കാര്യങ്ങളും തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ചെറിയ വീട് മതി എന്നുള്ള ഒരു തോന്നലായിട്ടോ. അതുകൊണ്ട് വീടും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്രായത്തിലൊക്കെ തന്നെ വീടൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചുമരിൽ നല്ല പാത്രം കഴുകുന്ന ഡിഷ് വാഷ് വെച്ചിട്ട് നല്ല തേച്ച് കഴുകിയപ്പോൾ നല്ല വരുന്നുണ്ട് കേട്ടോ പുക. അത് ഒന്നാമത് പിന്നെ ഈ തേങ്ങാത്തൊണ്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ പുകയൊക്കെ കൂടെ ആയിട്ടൊരു ഭയങ്കര കറ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ മണ്ണെണ്ണ സ്റ്റവ് കത്തിക്കുമ്പോൾ തീയാളിയിട്ട് അതങ്ങനെ അപ്പോൾ നല്ല കരി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നല്ല നീറ്റായിട്ടുണ്ട്. അപ്പം മേലെ ഭാഗമൊക്കെ നല്ല തട്ടി അടിച്ചു വാരിയിട്ടുള്ളത് ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലിയറാക്കി എടുക്കുക. അപ്പം ഉമ്മച്ചിന്നൊക്കെ പറഞ്ഞിട്ട് മോളും കുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ എനിക്ക് വയ്യാത്ത കാര്യങ്ങളൊന്നും മോളോടാണെങ്കിലും ഒന്നും ആരോടും പറയലില്ല കേട്ടോ. നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം ഇവിടെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിന്ന് പോയിട്ട് പിന്നെ നമുക്ക് വയ്യാന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക പറയുമ്പോൾ ഒരു പ്രയാസമല്ല. അതുകൊണ്ട് ഇനി വയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ വേഗം എടുത്ത് വെച്ചിട്ട് നമുക്ക് മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതിയല്ലോ. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ സുഖമില്ലാത്ത കാര്യങ്ങളൊന്നും പറയലില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി. പിന്നെ നെത്തൽ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ വേഗം എണീറ്റിട്ട് ക്ലേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ എടുത്തിട്ട് കലക്കി പിന്നെ ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലേൻ്റെ പരിപാടിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവന് എണീക്കണീന് മുന്നേ വേഗം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കറിവേപ്പിൻ്റെ ഇല ഒരു ദിവസം രാത്രിയാണ് കേട്ടോ ഞാനിത് വെട്ടി നെയ്റ്റി തയ്ക്കലൊക്കെ കഴിഞ്ഞ് രാത്രി പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് മഴയുള്ള ടൈമിലായിരുന്നു ഞാൻ ഇതൊന്ന് വെട്ടിക്കൊടുക്കാൻ വെട്ടിയപ്പോൾ ആകെ ചിന്നി ചെതറിയിട്ടാണ് കേട്ടോ കറിവേപ്പ് വെട്ടിയത്. പക്ഷെ നല്ല തെഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെറുനാരങ്ങ മരത്തിൽ ഒരു കിളി കൂട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കിളിക്കൂട് ഞാൻ 2-3 പ്രാവശ്യം അവിടെ ബാക്കിൽ അടിച്ചു വരാൻ പോയ സമയത്ത് പറിച്ചിട്ടു കേട്ടോ. എന്താ ഇത് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം, വല്ല കാക്കയ്ക്കിൽ കുത്തിക്കൊണ്ടുവന്ന് ഇട്ടതായിരിക്കുമെന്ന് വെച്ചിട്ട് തുടക്കത്തിൽ കേട്ടോ കൂട് കെട്ടുന്നതിൻ്റെ തുടക്കത്തിൽ 2-3 പ്രാവശ്യം പിച്ചി പറിച്ചിട്ടു. പിന്നെയും 2-3 പ്രാവശ്യം അടിച്ചു വരുമ്പോൾ പിന്നെയും അവിടെ കണ്ടുട്ടോ. പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ നിന്നില്ല. പിന്നെ നോക്കുമ്പോൾ നല്ല വൃത്തിക്ക് കൂട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. കൂട് കെട്ടിക്കണമെന്ന് വെച്ചാലും പോരാ, അതിൽ പിന്നെ മുടി, നൂല്, പഞ്ഞി എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ പെറുക്കിക്കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഈ കൂട് കെട്ടിയിട്ടുള്ളത്. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് തൊട്ടിട്ടും നാശാക്കിയിട്ടൊന്നും പിന്നെയും അത് വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ മുട്ട ഇടാനൊക്കെ ആയിരിക്കും കേട്ടോ. അതിൽ മുട്ടയും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നല്ല ക്ലീനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂട്. അതിൻ്റെ ചെറുനാരങ്ങ ചെടീൻ്റെ കൊമ്പിൻ്റെ ഒരറ്റത്താണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെപ്പോലെയൊക്കെ തന്നെ ആഗ്രഹിച്ച് വീടുണ്ടാക്കുന്ന പോലെ തന്നെ കിളിക്കൂടൊക്കെ പണിതതായിരിക്കും കേട്ടോ.
അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.